ഇപ്പൊ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളായി, ഇപ്പൊ സീക്രട്ട് ആയിക്കോട്ടെ, ഈ പടം ആയിക്കോട്ടെ, അതെ, വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് ധ്യാൻ ചേട്ടനോട് ചെയ്തപ്പം എങ്ങനെയുണ്ട് ധ്യാൻ ചേട്ടൻ? അടിപൊളിയല്ലേ, അതുകൊണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അത്ര നമുക്ക് ഭയങ്കര എന്താ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ ഷൂട്ടിംഗ് സെറ്റിലും ധ്യാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരു മുകേഷ് ചേട്ടനെ പോലെ തന്നെ ഭയങ്കര ഒരു പിക്നിക് പോലെയാണ്. അതായത് നമ്മളിങ്ങനെ തമാശകൾ പറയുകയും എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. പിന്നെ അത് ഷൂട്ട് നടക്കും, ഷൂട്ടിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ പറയുന്ന തമാശകളും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ധ്യാൻ എല്ലാവർക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കും. നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം, അന്ന് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാൻ അങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ധ്യാനോട് ചോദിക്കാം എന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ. ഇവൻ ഭക്ഷണം വാങ്ങിച്ചു തരില്ല. കഷ്ടമുണ്ട്. അല്ലല്ല, കലേഷ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ്, വളരെ സിനിമ വളരെ സീരിയസ് ആയിട്ട് വളരെ പ്രൊഫഷണൽ അപ്രോച്ചാണ് കലേഷിനടുത്ത്. നമ്മൾ പലപ്പോഴും ചില സാധനങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് തിയറിയൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ഡയലോഗൊക്കെ കലേഷ് പഠിച്ചു വെച്ചിട്ടുണ്ടോ? എന്നോട് അളിയൻ പറഞ്ഞു, അളിയൻ ഇതാണ് സാധനം. നമുക്ക് അങ്ങനെ ആളെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് സെറ്റിലാണോ നമ്മൾ സിനിമയാണോ എന്നൊക്കെ നമ്മൾ മറന്നു പോകും ചില ഘട്ടങ്ങൾ. അപ്പൊ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് എപ്പോഴും, ഒരു കൂട്ടുകാരൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ക്യാമറ വരുമ്പോൾ അഭിനയിക്കും, കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ധ്യാൻ കലേഷ് നോക്കിട്ട് ഓക്കെ, അങ്ങനത്തെ റിലേഷൻ ഉണ്ട്. എന്റെ അവസ്ഥ ഒന്നുകിൽ ഞാൻ അവന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വർഷങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷത്തില് ആ ഞാപകം എന്ന് പറഞ്ഞ പാട്ടിന്റെ സമയത്ത് വിനീതേട്ടൻ വന്നിട്ട് ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു, ധ്യാൻ ഈ സമയത്ത് ധ്യാനൊരു സന്തോഷമുണ്ട്, പക്ഷെ അപ്പുവിനെ കാണുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ എന്നാലൊരു വിങ്ങലുണ്ട്, ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ഓക്കെ പോവാ. അപ്പൊ ഞാൻ തൊട്ടടുത്തിരിക്കുക, ഞാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്തോ, ഓക്കെ. ഡയറക്ടർ പറയുന്നത് പുള്ളി പറഞ്ഞത് എങ്ങനെയുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എനിക്കിത് ഒട്ടും പിടിയില്ല. അപ്പൊ ഞാൻ ഓക്കെ ശരി, അവൻ അതിന്റെ തിയറി പക്ഷെ എനിക്ക് പറഞ്ഞു തരും.